Hello guys, I'm here the Hey Gamer. അപ്പോൾ നമ്മളൊരു മാച്ച് എടുക്കുക, പിന്നെ ലോഗിൻ ചെയ്തിട്ടില്ല, അങ്ങനെ ഇത് തന്നെ വന്നതാണ് ഗൈസ്. നാളെ 50 കോയിൻസ് ആണ്. പിന്നെ വേറെ ഇതുണ്ട് കേട്ടോ, ഫ്രീ സ്പിൻ ഉണ്ടാവില്ലേ? ഉണ്ട് ഗൈസ്, ഫ്രീ സ്പിൻ ഉണ്ട്. മറ്റേ ജ്യോതിയോ ക്രിയോഫ് എന്ന് പറഞ്ഞാൽ അവൻ്റെ നമുക്ക് ഫ്രീ സ്പിൻ ഉണ്ട്. എല്ലാവരും സ്പിൻ ചെയ്താൽ ആർക്കും കിട്ടേണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഇതെങ്ങനെ അഭിപ്രായം ഒക്കെ കമൻറ്റ് ചെയ്യുക, നമുക്ക് നോക്കാം. നമുക്ക് റോളിൻ്റെ ഒരു ഫ്രീ സ്പിന്നും കൂടി കൂടെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് ആദ്യം ഇത് കളക്ട് ചെയ്യാം. നമുക്ക് ആദ്യം റോളിൻ്റെ കറക്കാം, എന്നിട്ട് ഈ ഇവരുടെ പേരെന്താ? ഇവരുടെ പേര് തൊള്ള കിട്ടാത്തൊരു പേരുമാണ്. എന്താണ്? ഡെയിലി ഫ്രീ ഡ്രോ ദ്രിക് കുയിത്ത്. നമുക്ക് അവിടെ പോവാം. നമ്മൾ ഇവൻ്റെ കറക്കുന്നില്ല കേട്ടോ. ആര് വിയറിൻ്റെ കറക്കണില്ല. നമ്മൾ ബാറ്റിസ്റ്റൂട്ടിന് എടുക്കുന്നതാണ് ഉറപ്പിച്ചിട്ടോ. ബാറ്റിസ്റ്റൂട്ടിന് എടുക്കും നമ്മൾ. ബാറ്റിസ്റ്റൂട്ടാ കണ്ടോ? ബാറ്റിസ്റ്റൂട്ടിനെ എടുക്കും. ഉറപ്പിച്ച കാര്യമാണ്. ഗബ്രിയേൽ ബാറ്റിസ്റ്റൂട്ട. നമുക്ക് എന്തായാലും ഇതിൽ സ്പിൻ ചെയ്യാം. വിൽ പവർ എന്ന് പറഞ്ഞ സ്കില്ലിലാണ് വന്നിട്ടുള്ളത്. വെറുതെ കിട്ടി മോനെ. അപ്പോൾ ദ്രിക്വിത്തിന് കിട്ടി. ഇല്ല കിട്ടിയില്ല. നമുക്ക് ഇപ്പോഴത്തെ കിട്ടാൻ സാധ്യതയുണ്ട്. കാരണം എന്താ വെച്ചാൽ എനിക്ക് അന്ന് ഒലിസേ വന്നതിൽ എനിക്ക് ഒലിസേനെ തന്നിട്ടില്ല. അങ്ങനെ വെച്ച് നോക്കുമ്പോൾ കിട്ടേണ്ട ആണ്. അന്നത്തിൻ്റെ പകരം ഇന്ന് വന്നാലോ. ഇവിടെ കറക്കിയാലോ ഒന്ന് ആളേക്കുണ്ട്. ഡൊമിനിക് സോളാങ്കെ ബെസ്റ്റ് കാർഡാട്ടോ. 500 പവനൊക്കെ കിട്ടിയാൽ 100 പവന് കിട്ടിയാൽ വർത്താണ്. ഡൊമിനിക് സോളാങ്കെ വേണ്ടവരുണ്ടെങ്കിൽ എടുത്തു കേട്ടോ. അവനെ കിട്ടിയിട്ട് നിങ്ങൾ ഇറക്കാതെ എടുത്തോളി. നല്ല പ്ലെയറാണ്. ഞാൻ കാര്യത്തിൽ പറയാം, നല്ല പ്ലെയറാണ്. എനിക്ക് ഇഷ്ടമായി. അവൻ്റെ സ്റ്റാറ്റ്സൊക്കെ കണ്ടപ്പോൾ സ്റ്റാറ്റ്സ് ഇനി കൂടും. വേറെ കാര്യം ഈ സ്കിൽസൊക്കെ കണ്ടപ്പോൾ എനിക്ക് ആളെ ചെറുതായിട്ട് ഇഷ്ടമായി. റൈസിങ് ഷോട്ടും ഹീൽക്കൊക്കെ എല്ലാം ഉണ്ട്. അപ്പോൾ എനിക്ക് ചെറുതായിട്ട് ഇഷ്ടമായി. വേണമെന്നുണ്ടെങ്കിൽ അതിനെ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ബാക്കി കമൻറ്റ് ഇടുക. സോളാങ്കെ അത് കിണ്ണാണ്, നിങ്ങൾക്ക് മനസ്സിലാവും, ഉപയോഗിച്ചാൽ മനസ്സിലാവും ഗൈസ്. പിന്നെ നമ്മൾ എന്ത് ചെയ്യണം? വേറെ ഒന്നുമല്ല, മാച്ച് കളിക്കണം. മാച്ച് നമ്മൾ ഇന്നലെ നമ്മൾ കളിച്ചതിന് ബാക്കി ഇപ്പോഴും കളിച്ചിട്ടില്ല. ബാക്കി ഒരു മാച്ച് കളിച്ചതിനോ ഇല്ല. ഒരു മാച്ച് കളിച്ചതിനോ ഒന്നുണ്ട് ഇല്ല ഗൈസ്. ഞാൻ ഒരു മാച്ച് കളിച്ചതിനോ. അപ്പോൾ നമുക്ക് ഒരു മാച്ച് കൂടി കളിച്ചാണ്ട് അത് നമ്മളിപ്പോൾ കളിക്കാൻ പോകുന്നു ഗൈസ്. ആൾ വരുന്നില്ല. ആൾ വരും. ഈ ഫുട്ബോൾ ടീം പോയിൻറ്റ്സ് ഞാൻ പറഞ്ഞല്ലോ. ലിങ്ക് കൊണാമി ID ആൻഡ് എക്സ്ചേഞ്ച് ദി ഫുട്ബോൾ ടീം പോയിൻറ്റ്സ് യു അക്യൂർഡ് ഗൈസ്. കൈ അറിയാതെ തട്ടി പോവുകയാണ്. ഓക്കെ, ഡിഫെൻഡിങ് ബേസിക് സ്ലൈഡിങ് ടാക്കിൾ ആളെത്തിയിട്ടുണ്ട്. എന്നാലും നമുക്ക് വായിച്ചു നോക്കാം. വിത്ത് സ്കിൽഫുൾ യൂസ് ഓഫ് ദി സ്ലൈഡിങ് ടാക്കിൾ യു ക്യാൻ ബ്ലോക്ക് ഓപ്പോണൻസ് ഷോട്ട്സ്. ആളെത്തി. നമുക്ക് അവനെ തീർത്തിട്ടായിരുന്ന നമ്മൾ ഇത് മറ്റേതല്ലേ. ഇത് മാഞ്ചസ്റ്റർ സിറ്റി. നമുക്ക് ബാഴ്സൻ്റെ അല്ല വേണ്ട. എന്തായാലും ഇതിൽ വന്നതല്ലേ, ഇതിലാണ്ട് തീർത്തിട്ട് നമുക്ക് അടുത്ത് കളിച്ചാൽ. വില്യം സാലിബ നമുക്ക് വാൻഡേക്കനെ ഇറക്കാം. എവിടെ ഇരിക്കുന്നുണ്ട്? സാലിബ റെഡാക്കും കൂടെ അത്ര ഇടും. ഇത് ഹാളണ്ട് പോടാ. ഒഡേഗാർഡ് പോടാ. നമ്മൾ പറഞ്ഞ ആൾക്കാർക്ക് ഇറങ്ങണ്ടല്ല. സെൻറ്റർ ഫോർവേഡ് വേറെ ആരെങ്കിലും ഇല്ല. നമ്മൾ റെഡി ആക്കുന്നു. അപ്പോൾ നമുക്കിനി ആളുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. തീർത്തേക്കാം ഗൈസ്, ഒന്നും നോക്കണ്ട. കഴുത്തറുത്ത് വിട്ടേക്കാം. ഞാൻ അറിഞ്ഞത് വെച്ച് നോക്കുമ്പോൾ ഈ വീഡിയോ മൊത്തമായിട്ട് ഇടണ്ടെന്നാണ് എൻ്റെ ഇതിൽ അഭിപ്രായം. ഭയങ്കര ലെങ്ത്ത് കൂടുന്നുണ്ടെന്നാണ് അറിയുന്ന അഭിപ്രായങ്ങളൊക്കെ ഞാൻ നോക്കിയപ്പോൾ. അപ്പോൾ നമുക്കിത് ലെങ്ത്ത് കുറക്കാം. ഓക്കെ ആണല്ലോ അല്ലേ? നമുക്ക് വേറെ തീർച്ചയാക്കാം ഗൈസ്. തീർച്ചയാക്കാം ഗൈസ്. വറവുശാലയാണിന്ന് ഗൈസ്.
ഹലോ ഗായ്സ്, ഓൻ ഭയങ്കര കളി കളിക്കുന്നുണ്ട്. ഓൻ്റെ ജോർജ് ബെസ്റ്റ് ഉണ്ട്. ജോർജ് ബെസ്റ്റ്, ഹി ഈസ് ബെസ്റ്റ് അത്രേ പറയാനുള്ളൂ. ജോർജ് ബെസ്റ്റ് ഉള്ളതുകൊണ്ട് എനിക്ക് കുറച്ച് പേടിയുണ്ട് കേട്ടോ. ആകെയുള്ള പേടി ജോർജ് ബെസ്റ്റിനെ. ഇതാ അടുത്ത അറ്റാക്കിങ്. ഇതാ ഗായ്സ് കണ്ടില്ലേ ജോർജ് ബെസ്റ്റിനെ. ഓ ഭാഗ്യമുണ്ട് നമുക്ക് ത്രോ കിട്ടിയിരിക്കണേ. ഗായ്സ് വീണ്ടും ഒരു അറ്റാക്കിങ്. ഹാളൻഡ്. ഓ ഏതാ ലക്ക് പറഞ്ഞാൽ തനി ലക്ക്, ഒന്നും പറയാനില്ല. ഒക്കെ ലക്ക് ഇല്ല പറയാൻ പറ്റില്ല ഗായ്സ്. അത് കീപ്പറിലുണ്ട്. ഞാൻ അലിസൺ ഇറക്കി തന്നെ അതിന് വേണ്ടിയില്ലേ. ചങ്ങ എന്തൊക്കെ ചെയ്താലും ഇത് കാര്യമില്ല. കോർണർ നമ്മൾ ക്ലിയർ ചെയ്ത് വിടും. ചോട്ടെ കുത്ത്. അല്ല അമ്മേ ലാഗ് ഗായ്സ്, ലാഗ് ഇപ്പോൾ വെച്ച് ലാഗ് വരുന്നുണ്ട് ഗായ്സ്. ഇതെന്ത് കളി? നമുക്കുണ്ടെന്ന് തോന്നുന്നുണ്ട്. നമുക്കുണ്ട് ഗായ്സ്. അതുകൊണ്ട് എനിക്കൊരു സമാധാനമുണ്ട്. അതോ എൻ്റെ ഇപ്പോൾ കറങ്ങാണ് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നണ ഒന്നെങ്കിൽ അവൻ പോയി അല്ലെങ്കിൽ ഞാൻ പോയി. എനിക്ക് തോന്നണ അവൻ പോയിന്നാ ഗായ്സ്. ഹാളൻഡ് ഗായ്സ്, എനിക്ക് തോന്നണ സ്മാർട്ട് അസിസ്റ്റ് ആണ്, അല്ലെങ്കിൽ ഒറ്റ കയ്യേറ്റ കളിക്കണേ. ഏതോ ഒന്നാണ്. ഹാളൻ്റെ കുത്ത്. എഡേഴ്സൺ മൊറൈസ് എൻ്റെ കീപ്പർ കൈക്കലൊതുക്കാണ്. ചങ്ങായി ലീവ് അടിച്ച് പോയെന്നാണ് എൻ്റെ ഒരു ഊഹത്തിൽ നടക്കുന്നത്. അല്ലെങ്കിൽ വീട്ടിൽ വരുന്നില്ല. എനിക്ക് ഭയങ്കര ലാഗും. രണ്ടാൾക്കും 3 കട്ട ജോലി അല്ല. ഐ തിങ്ക് ഐ വിൽ സീ എ യു വോൺ. അതാണ് എനിക്ക് തോന്നുന്നത്. യെസ് ഗായ്സ്, ഐ വോൺ. നമ്മൾ കൊണാമിനെ പേടിപ്പിച്ചു, അത്രേ ഉള്ളൂ. കൊണാമിയെ വിജയം തന്നിരിക്കണം, തീർത്തിരിക്കണം എന്ന് കൊണാമിനോട് നമ്മളിന്ന് വരട്ടി. കൊണാമിന അത്രയേ ഉള്ളൂ. അപ്പോൾ കൊണാമി സോറി ഞങ്ങൾ വിചാരിച്ച ഒരാൾ അന്ന് പറയുകയാണ്. ആ ഇതിലാണ് ഇനി കളിക്കാനുള്ളത്. ബസ് ഇതാണ് എനിക്ക് കഴിയാത്തത്. ഇതിലെന്താ അറിയില്ല, എനിക്കുണ്ട് കഴിയണില്ല. ഇത് ജയിച്ചാലോ തോറ്റാലോ എന്തായാലും ഒരു 50 ഉറുപ്പിക എടുക്കും. വേറെ ഏത് 50 കോയിനും അല്ല, ഈ 50 കോയിൻ നമ്മൾ എടുക്കും. ടോട്ടൽ പോയിൻറ്റ്സ് 90 ഉണ്ട് എന്നാണല്ലോ കാണിക്കണത്. പ്ലസ് 150 അല്ല, അതല്ലേ 40 അല്ലേ? ഇത് 40 അല്ലേ? 150 90 ഉണ്ടെന്നാണ് കാണിച്ചത്. അപ്പോൾ നമുക്ക് ആളെ തീര് ബാക്കി. അപ്പോൾ ഗായ്സ് ആളെ കിട്ടിയിട്ടുണ്ട്. എനിക്ക് തോന്നൽ ഈ ലീഗിൽ അങ്ങനായിട്ട് ആൾക്കാർ കളിക്കില്ല എന്നാണ്. കാരണം എന്താ പറയുക, എനിക്ക് ആളെ കിട്ടാൻ ഭയങ്കര പണിയാണ്. ക്ലാസിക്കോ ആയതുകൊണ്ട് നമ്മൾ പൊട്ടാൻ നല്ല സാധ്യതയുണ്ട്. ഞാൻ ഇതുവരെയായിട്ടും വ്ളോഗ് യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം എൽ ക്ലാസിക്കോ എത്ര വട്ടം കളിക്കണം, എല്ലാ എൽ ക്ലാസിക്കോ ഞാൻ പൊട്ടിയ വിവരം ഞാൻ അറിഞ്ഞിട്ടില്ല. എന്താ പറയുക ഗായ്സ്, എൽ ക്ലാസിക്കോ മൊത്തം തോൽവിയാണ്. ഇപ്രാവശ്യമെങ്കിലും അതൊന്ന് മാറിക്കിട്ടണമെന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് നമുക്ക് വേണം. ഇതൊക്കെ പറഞ്ഞിട്ടും കാര്യമില്ല. നമുക്ക് കൃത്യമാക്കാം ഗായ്സ്. ഇവരൊക്കെ നമുക്ക് വളരെ സുഖമുള്ള ടീമാണോ നോക്കാം, കണ്ടറിയാം. തീർക്കണം ഇവരൊക്കെ, ഒന്നും നോക്കണ്ട, കറക്റ്റ് കളയണം. സീരിയസ് കില്ല ഗായ്സ്. ഏതായാലും പടമുണ്ടോ നല്ലത് കാണുന്നുണ്ട്, കിട്ടണ്ടേ? നമ്മളെ ഹോമാണെന്ന് തോന്നുന്നുണ്ട്. നമ്മളെ ഹോമാ ഗായ്സ്, ഇറ്റ്സ് മൈ ഹോം. പെപ് ഗാർഡിയോള vs Xabi Alonso. റെഡി ആയിട്ടുണ്ട്. നമ്മളാണ് ടച്ച് എടുക്കുന്നത്. ചെക്കൻ്റെ പകരം 1-1 അറ്റാക്കിങ് വരുന്നുണ്ട്. ഭാഗ്യ റൗളുകളുണ്ട്. റൗളിലാണെങ്കിൽ കഴിഞ്ഞ് അതാ ചൗമനിൻ്റെ ഷോട്ട്. ഗോഡ് ഈസ് ഓൾവേസ് ഇൻ മൈ സൈഡ്. ആണല്ലോ പറയല്, അത് തന്നെ. ഗോഡ് ഈസ് ഓൾവേസ് ഇൻ മൈ സൈഡ്. ഏതാ കളി? ദൈവം നമ്മളൊപ്പം ഉണ്ട് ഗൈസ്, ദൈവം നമ്മളൊപ്പം ഉണ്ട്. അതോ തെളിയിക്കുകയാണ്, ദൈവം നമ്മളൊപ്പം തന്നെ ഉണ്ട്, എവിടേക്കും പോയിട്ടൊന്നുമില്ല എന്ന് തെളിയിക്കുകയാണ്. ട്രിവായ പിന്നെ എനിക്ക് കുറച്ച് കൂടുതൽ വിശ്വാസമുണ്ട്, അതുകൊണ്ട് എനിക്ക് പേടിയില്ല അത്രക്കും ഗൈസ്. കഴിക്കുന്നു പോയി. അവൻ്റെ അറ്റാക്കിങ് ഗൈസ്. ചങ്ങായി കളീൻ്റെ ഇടയിൽ ഒന്ന് വെറുതെ ബാക്ക് അടിച്ച് പോയിക്കുകയാണ്, അതാണ് നടന്നത്. അതുകൊണ്ടാണ് നമ്മളൊന്ന് ലേറ്റ് ആക്കിട്ടാ. പേടിക്കണ്ട, നമുക്ക് സെറ്റാക്കാമല്ലോ. ചങ്ങായിന്ന് ബാക്ക് അടിച്ച് പോയി.
ഇപ്പോൾ കിടന്ന് കറങ്ങണേ. നെറ്റൊന്നും പോയിട്ടില്ലല്ലോ, പറയാൻ പറ്റില്ല. നെറ്റൊക്കെ പോയാലേ. അപ്പോൾ ഈ ലോസ്റ്റ് കാണിച്ചാൽ പ്ലസ് 2 കളിയും നമ്മളെ പേടിച്ച് പോണ് കുട്ടികൾ. ഇപ്പോൾ വേറൊന്നും വഴിയില്ലല്ലോ, കോയിൻസ് കുറച്ചൊക്കെ ആയിട്ടാ. എന്താ പറയുക, നമുക്ക് ബാറ്റ് സ്റ്റുഡൻ്റ് ആയാൽ മതി പെട്ടെന്ന്. നാളെ വേറെ 50 കിട്ടാണ്ട്. നാളെ ടുമോറോ വേറെ 50 ഉണ്ട്. അതിലും വല്ലതും കിട്ടിയാൽ മതിയേനോ. 250 കോയിൻസ് അറിയാം, 490. ഗസ് നാളെ ടുമോറോ അല്ലെങ്കിൽ ഡേ ആഫ്റ്റർ ടുമോറോ, മറ്റന്നാളെ നമ്മൾ ഈ ഒരു പെടന എടുക്കൂട്ടാ. ഇതിനെ നമ്മൾ എടുക്കാൻ പോകണേ. ഗബ്രിയൽ ബാറ്റിസ്റ്റൂട്ടാ. എൻ്റെ കളി എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ, കിണ്ണം സാധനമാണ്. ഞാൻ കണ്ടൻറ്റ് നോക്കി, നിങ്ങൾ ഈ 4000 ട്രെയിനിങ് ടോക്കണ് നമ്മളിവിടെ എക്സ്ട്രാ കിട്ടുന്നുണ്ട്. കിണ്ണം സാധനമാണ് ഇതിൻ്റെ കാർഡ് പറഞ്ഞാൽ. ഫോക്സിൻ്റെ ബോക്സ്, ലോങ് റേഞ്ചർ, പിന്നെ സ്കില്ല് ബ്രേക്ക് ത്രൂ. അതാണ് ബ്രേക്ക് നല്ല ബൂസ്റ്ററും കൂടിയാണ്. ഹെഡിങ്, ലോങ് റേഞ്ച് കാർഡ്, നെക്കിൾ ഷോട്ട്, റൈസിങ് ഷോട്ട്, ലോങ് റേഞ്ച് ഷൂട്ടിങ്, അക്രോബാറ്റിക് ഫിനിഷിങ്. എവിടെ നിന്ന് അടിച്ചാലും ഗോൾ ഉറപ്പാണ് കേസ്. എവിടെ നിന്ന് അടിച്ചാലും. ഫിനാമിനൽ ഫിനിഷിങ്, ഏരിയൽ സൂപ്പറിറ്റി, ഫൈറ്റിംഗ് സ്പിരിറ്റ് എന്നുള്ള സ്കില്ലോട് കൂടിയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ബാറ്റിസ്റ്റൂട്ട അടിപൊളി തന്നെയാണ്, ഒന്നും പറയാനില്ല. നമുക്ക് എന്തായാലും ഒരു ഇൻവൈറ്റ് വന്നുകൊണ്ട് നമുക്ക് കയറി നോക്കാം കാശ്, കയറി നോക്കാം. യെസ്, നമ്മൾ കയറിയണേ. നമുക്ക് ഓണറിൻ്റെ ടീം കാണിച്ചു തരാം. അങ്ങനെ ഭയങ്കര കളിയാണ്. ചെറിയ ടീം വെച്ചിട്ടാണെങ്കിലും ഭയങ്കര കളി കളിക്കുന്നതാണ് എനിക്ക് കിട്ടിയ അറിവ്. അപ്പോൾ നമുക്കൊന്ന് ടീം മാറ്റിയാലോ, പൊട്ടിയെന്നാൽ കാരണം പറയാലോ. അല്ലെങ്കിൽ ആ ടീം മാറ്റാം വയസ്സ്. നമുക്കും ചെറിയ ടീം വെച്ച് പോയി കൊടുക്കാം. നമുക്ക് ഈ ടീം വെച്ചിട്ട് പോയേക്കാം. ആൾക്കാരില്ല ഗൈസ്. ഒരു മിനിറ്റ് കേട്ടോ, ഒരു മിനിറ്റ് ചെക്കനോടൊന്ന് പറയണേ. നമ്മളിപ്പോൾ വരും. ഇന്ന് സബൂറാവേ, സബൂർ. നമ്മൾ ഇവനിറക്കുന്നു. ഒരു സെൻറ്റർ ബാക്കിന് വേണമല്ലോ അല്ലേ. ഞാൻ കാണിച്ചു തരാം. പൊസിഷൻ CB, എന്നിട്ട് നമുക്ക് ഇങ്ങനെ എണ്ണ കൊടുക്കുക, നേരൊക്കെ കൊടുക്കുക. ഇവൻ തന്നെ നമുക്ക് റെഡി ആക്കുക. നമ്മൾ റെഡി. ചെക്കാർ റെഡിയാണോ? അത് മാത്രമാണ്. എന്തായാലും വന്നിട്ടില്ല. നമുക്ക് ഗെയിം പ്ലാൻ എടുത്ത് മറ്റേ റീസെറ്റും കൂടി ആക്കാം. റീസെറ്റ്. നമ്മൾ റെഡി ആട്ടാ. റെഡിയാണ്. വെയിറ്റ് ഫോർ യുവർ ബ്രസീൽ എന്നാണ് കാണിച്ചത്. നമുക്കിട്ട് റത്തേക്കാം. നമ്മൾ 2 കളി ജയിച്ചു. നമുക്ക് ഇനി എന്തൊക്കെയായാലും ഇന്ന് ബാറ്റിസ്റ്റൂട്ട, ഇന്നല്ല നാളെ മറ്റന്നാളെ, ചിലപ്പോൾ ഇന്ന് എടുക്കൂട്ടാ, പറയാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ മറ്റേ 50 ഒക്കെ എടുത്താൽ വേണമെങ്കിൽ എടുക്കാം. ഇന്നും നാളെ എന്തായാലും ബാറ്റിസ്റ്റൂട്ട ഇൻ മൈ സ്റ്റേഡിയം, അത്രേ പറയാനുള്ളൂ. നമ്മൾ കളിയിലോട്ട് കൊടുക്കുകയാണ്. നമുക്ക് ഫോമിനൊക്കെ അനുസരിച്ച് ആൾക്കാരെ ഇറക്കാം. ലാമിൻ യമാലു, ലാമിൻ ജമാലു, ലാമിൻ യമാലു. എനിക്ക് ഫോർമേഷനൊക്കെ ഇച്ചിരി തരികിടയാണ്. എൻ്റെ ഫോർമേഷൻ നമ്മൾ ഈ നെയ്മറിനെ ഇത് നോക്കുന്നു. ഡിഫൻസീവ് മിഡിൽ ഫീൽഡർ ഗോൾ. എന്നിട്ട് ഞാൻ പറഞ്ഞ റോൾസ് ഡിഫൻസീവ് മിഡിൽ ഫീൽഡർ. ചെക്കൻ്റെ ടീം നോക്കി, കിണ്ണം ടീമാണ്. നമ്മൾ ഓൻ്റെ ടീമൊക്കെ അല്ല, ഓനെ ചെറിയ ടീമല്ലേ, നമ്മൾ അനുസരിച്ച് ചെറിയ ടീം എടുക്കുന്നു. ഇനി നമുക്ക് കളിയിൽ കാണാം. ചെക്കന് ഒരു വരും കറക്റ്റാണ്. നമ്മൾ ഫോട്ടോ കൊടുത്തിട്ടോ മറ്റേ തുറങ്ങണം. അപ്പോൾ കളി ആരംഭിക്കലാമാ. ചങ്ങായി തുടങ്ങട്ടെ. വിജിൽ വാൻ ഡൈക്ക്, ഹ്യൂലൻ റേസൺ, ഹസാർഡ്. ഗൈസ് ഹസാർഡ്, നെയ്മർ
നെയ്മർ, ഓ ഗാവി, യമാൽ. ഗൈസ് കൈക്കന്ന് പോയിട്ടാ. ചങ്ങായിക്ക് നല്ല പ്ലെയറാണെന്നൊക്കെ കേട്ട്. ഗൈസ് കിമ്മിച്ച്, തിയോ ഹെർണാണ്ടസ്, നെയ്മർ, ഒബാമയാങ്, ഗാവി. ഇതൊക്കെ കള്ളക്കളി മാതിരി വെട്ടിക്കളിച്ചണ്. ഫൗളായിട്ട് തരൂല റെഫറിക്ക് ഓൻ്റെപ്പാണ്. എന്താ അറിയില്ല. ഗൈസ് ഫൗൾ വെട്ടാണ്. കള്ളക്കളിയാണ്. പിന്നെ കുറച്ച് ചെറുതായിട്ട് ലാഗ് ഉണ്ട്, അത് നിങ്ങൾക്ക് കാണണ്ടാവും. ലാഗ് പിന്നെ വിഷയമല്ല, ഈ ലാഗ് വിഷയമല്ല എന്നാണ് ഉദ്ദേശിച്ചത്. ബാക്കിയുള്ള ലാഗും വിഷയം തന്നെയാണ്. അല്ല ഗൈസ് ലാഗ് കൂടുന്നുണ്ട്. അതിനനുസരിച്ച് അവൻ്റെ കളിയും കൂടുന്നുണ്ട്. ഗൈസ് അല്ല പ്യൂറോ ഹിങ്കിയാപ്പേ, കിമ്മിച്ച്, നെയ്മർ, ലൂയിസ് വാരസ്. ഒബാമയാങ്ങിൻ്റെ വക ഒരു ഗോൾ അടിക്കാൻ നിൽക്കേനു. കൂൾ പാമർ. അതാ പോണ്. അല്ല ഗൈസ് ലാഗ്. എന്തപ്പോൾ ഇത് ലാഗ് ഉണ്ടാകുമ്പോൾ അറ്റാക്ക് ചെയ്യണേ. നമ്മൾ അറ്റാക്ക് ചെയ്യുമ്പോൾ ലാഗൊന്നുമില്ല, അതിൻ്റെ ഇടയിൽ പോയി അവിടെ കൊളാകും. നമ്മൾ ഓൻ അറ്റാക്ക് ചെയ്യുമ്പോൾ അവിടെ ലാഗും. ഇതെന്താ ചെയ്യേണ്ടത് ഗൈസ്? ഇനിയിപ്പോൾ സ്പീഡിലല്ലോ നടക്കുമായിരിക്കും, ഉറപ്പാണ് എനിക്ക് തോന്നിനു. ഗൈസ് അർണോൾഡ് കിട്ടിയില്ല. ഉപ്പമേക്കാനോ നെയ്മർ കപില. ഗൈസ് നമുക്ക് വിഷയമല്ല, എടുത്ത് കളയാം, വെട്ടി അറുത്തേക്കാം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതേമാതിരി തന്നെ അറവുശാല, അതേമാതിരി തന്നെ നമ്മൾ തീർക്കും ഗൈസ്. നെയ്മർ കേൾ അവിടുന്നൊക്കെ കേൾ ആർക്കുമാണ് മോനെ? കുട്ടിക്കൊന്നും മനസ്സിലാവണില്ല തോന്നുന്നുണ്ട്. അവിടുന്ന് കേളടിച്ചിട്ടൊന്നും ഉണ്ടാവില്ല എന്ന് അറിയാത്ത മാതിരി. ചങ്ങായി ഭയങ്കര വെട്ടാട്ടെ, നമ്മൾ വെട്ടിയിട്ടില്ല. ഞാൻ ഇങ്ങനെയൊന്നും വെട്ടില്ല ഗൈസ്. അത് അറിയാതെ ക്ലിയർ ആയിപ്പോയി. ഞാൻ ടാക്കിൾ തന്നെ ചെയ്താണ് ഗൈസ്. പോസ്റ്റ് പോവാ ഗൈസ്. എന്ത് ലാഗ് കളിയാണ്. ഇവനായിട്ടൊക്കെ കളിക്കുമ്പോൾ പ്രത്യേകിച്ചൊരു ലാഗ് എന്താണെന്നറിയില്ല ഗൈസ്. നെയ്മർ, ഒബാമയാങ് ഒന്നടിച്ചിട്ടുണ്ട്, ഒന്ന് അടിച്ച് ഫിനിഷ് ചെയ്തിട്ടുണ്ട് ഒബാമയാങ്. നമുക്ക് സെലിബ്രേഷൻ ഒന്നും വേണ്ട, കളയോ അത്രയേ ഉള്ളൂ. ഒന്നടിച്ചിട്ടുണ്ട്. ഒബാമയാങ് ചങ്ങായി മെല്ലെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. ഗൂണ്ടെ നമുക്കൊരു ത്രോ കിട്ടിയിട്ടുണ്ട്. യമാൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമെന്ന് അറിയില്ല ഗൈസ്. അല്ലാ അത് ലാഗൊന്നുമില്ല, സമ്മതിച്ചു തരും. ഗോളായാലും സമ്മതിച്ചു തരും. ഗോളായില്ല, അതുകൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു ഗൈസ്. ആ ബോൾ കിട്ടിയതുകൊണ്ട് നെയ്മറിനൊരു അസിസ്റ്റ് ആയിട്ടാ. ഈ നെയ്മറിനായിട്ട് ഞാൻ അങ്ങനെ കളിക്കലൊന്നുമില്ല, ആദ്യമായിട്ടാ ഈ നെയ്മർ കിണ്ണം. വലിയ ആൾ ഇല്ലെങ്കിലും കുഴപ്പമില്ല, ട്രൈ ഉണ്ട്. ഈ നെയ്മർ കുഴപ്പമില്ല, നമുക്ക് പറ്റിയാളോ. ഒന്നടിച്ചിട്ടേക്കാം. എഡസൺ മൊറൈസ്, ഗാവി, ലൂയിസ് വാരസ്, നെയ്മർ. ഇവർ റെഫറിക്ക് റിയലിൽ പൈസ കൊടുത്തതാണ് എനിക്ക് എപ്പോഴും തോന്നുന്നുണ്ട്. എപ്പോഴും ഈ കളി എനിക്ക് നല്ല തോന്നുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ആദ്യമായിട്ട് ഇത്രക്കും വിട്ടൊക്കെ കിട്ടിയിട്ടും ഫോൾ എടുക്കാതെ റെഫറി. ഹാഫ് ടൈം വിസിൽ വാങ്ങുകയാണ്. വിഗോ എബിനിൽ FC ബാഴ്സലോണ വാൻ. മോൻ്റെ ടീം എന്താ വിഗോ? വെറുതെ ഇട്ടാവോ, ഏതെങ്കിലുമൊക്കെ ടീം എടുത്താവാണ്. ഓക്കെ, ഞാൻ ഏതായാലും കളിയിൽ കാണാം. നമുക്ക് കണ്ടല്ലോ ടച്ച് ഇട്ടാ. സുവാരസ് പാമർ കൂളായിട്ട് പോകുന്ന പാമറിനെ കണ്ടല്ലോ. ഇനിയിപ്പോൾ നെയ്മറിൻ്റെ പകരം ബ്ലിറ്റ്സ് അല്ലെങ്കിൽ സ്റ്റണ്ണിങ്. ക്രോസ് ബാർ ഗൈസ്. എന്തോ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. ക്രോസ് ബാർമ തട്ടിയാണ് ആ ബോൾ പോയത്. ക്രോസ് ബാർ എന്തോ ഭാഗ്യത്തിന്. ഇനിയിപ്പോൾ അടുത്ത സ്റ്റണ്ണിങ്. അത് പെനാൾട്ടി ഒന്നും കൊടുക്കരുത്. ഇന്നെ വെട്ടിത്തും പോരാണ്ട് അവൻ കുഞ്ഞ് പെനാൾട്ടി കൊടുക്കേണ്ടി വരും. എനിക്കൊന്നും പോകണമെന്നില്ലല്ലോ, പിന്നെന്താ നമുക്ക്. അത് അറിയാതെ ഞാൻ സുവാരസിന് ആ ത്രൂ കൊടുത്ത് പക്ഷേ അറിയാതെ തിയോക്കായി പോയത്. സുവാരസ്, തിയോ, നെയ്മർ ക്രോസ് ഇടാറോ എനിക്കറിയില്ല. കുഴപ്പമില്ല, നല്ല ക്രോസ്. യമാൽ. ഗൈസ്
യമാൽ അങ്ങോട്ടല്ലടാ, യമാൽ ബാക്കൊക്കെ ത്രൂ ഇട്ട് കൊടുക്കാൻ പറഞ്ഞാലേ ആള് ശരിയല്ല. ബാക്കൊക്കെ ഞാൻ ഉദ്ദേശിച്ച് നമ്മളെ ബാക്കല്ല, ഓരോ ബാക്ക്. യമാൽ യമാലാ കപിത ഒന്നേലും ലീഡാണല്ലോ, അത് മതി. ഗാവി, കിമ്മിച്ച്, വിർജിൽ വാൻ ഡൈക്ക്, ലാമി യമാല്. യമാലൊരു ഗോൾ എടുക്കാൻ നിൽക്കാനോ? അവൻ്റെ ഡിഫൻഡർ എന്നെ അകറ്റി മാറ്റി. അതെനിക്കിഷ്ടമായില്ല. ഗൈസ്, തിയോ ഹെർണാണ്ടസിൻ്റെ കോർണർ. അത് കുത്തും ആൾക്കാരുണ്ടല്ലോ. കുത്തിക്കാ. പോസ്റ്റ് കുത്തണ്ട. കുഴപ്പമില്ല. ഞാൻ ആരെ മോട്ടിവേറ്റ് ചെയ്യാൻ, റിയലിൽ ഫുട്ബോൾ കളിക്കുന്നവരെ മോട്ടിവേറ്റ് ചെയ്യുകയാണെങ്കിലും പെനാൾട്ടി നിങ്ങൾ അടിക്കാൻ പോകണമെങ്കിൽ ഞാൻ പറയുമല്ലോ, നിങ്ങൾ ഒരു സൈഡൊക്കെ അടിക്കണമെന്ന് എല്ലാവരും പറയും പെനാൾട്ടി അടിക്കുമ്പോൾ. എനിക്കും അതന്നെ പറയാനുള്ളൂ. പക്ഷേ ആ സൈഡ് പറഞ്ഞാൽ നല്ല മൂലമായി പുറത്തേക്ക് പോകാനും പാടില്ല. ആ ഒരു പേടിയേ എനിക്കുള്ളൂ. പുറത്തേക്ക് പോകാനും പാടില്ല. പോസ്റ്റൊക്കെ ടാർഗറ്റ് ചെയ്യുക. നിങ്ങൾ ഒരു സൈഡ്. ഗായ്സ്, നമ്മൾ മുണങ്ങി. എക്സ്ട്രാ ടൈമും പെനാൾട്ടി ഷൂട്ടൗട്ടും ഉണ്ട്. പെനാൾട്ടി ഷൂട്ടൗട്ട് ബാക്കി കളി, എക്സ്ട്രാ ടൈം ആണെങ്കിൽ ബാക്കി കളി എല്ലാത്തിനും നോക്കാം. ഗൈസ്, ഗൈസ് കുറച്ചുകൂടി വേറെ ആയിക്കോട്ടെ, കുഴപ്പമില്ല. അല്ലോ അത്രക്കും ആവശ്യമില്ലേനു. ഗൈസ് ഒന്നുകൂടി മുണങ്ങിയിട്ടുണ്ട്. നമ്മൾ ഈ കളി പൊട്ടുന്ന വിവരം നിങ്ങളെ അറിയിച്ചു കൊള്ളുന്നു. ചങ്ങായി ഭയങ്കര കളിയാണ്, സീൻ തന്നെ. ചങ്ങായി ഭയങ്കര കളി, എനിക്കിഷ്ടമായി അവൻ്റെ കളിയൊക്കെ. അടുത്തത് ഇവൻ ലാസ്റ്റ് വെച്ച് എന്താ അറിയില്ല, ഭയങ്കര കളി, കാണാത്ത കളി. ഗൈസ് ലാഗ് പിന്നെയും തുടങ്ങി. കുഴപ്പമില്ല. ഗൈസ് വിർജിൽ വാൻ ഡൈക്ക്, ഗൈസ് ഈഡൻ ഹസാർഡ്. നമുക്കല്ല ഓർക്കല്ല, കുഴപ്പമില്ല. നമ്മൾ ഈ ടീം വെച്ചിട്ടല്ലേ അത് രണ്ടോന്നിനും പിടിച്ചു നിറാനാ. ആദ്യമായിട്ടാണ് ഞാൻ ഈ ടീമായിട്ട് കളിക്കണേ. ഞാൻ എന്നോ ഉണ്ടാക്കി വെച്ച് ആവശ്യം വരുമ്പോൾ കളിക്കാൻ വെച്ചാൽ ആദ്യമായിട്ടാണ് ടീമിനായിട്ട് കളിക്കണേ. അപ്പോൾ എന്നിട്ടും 2-1 പൊട്ടിയിട്ടുള്ളൂ. പറയുമ്പോൾ തന്നെ എനിക്ക് ഒരാശ്വാസമുണ്ട്. പിന്നല്ലേ, കുഴപ്പമില്ല. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. ഗൈസ് ഓട്. സുവാരസ്. ഞാൻ ഉടുക്കല്ല ഗൈസ് ത്രൂ കൊടുക്കണേ. ഞാൻ അങ്ങനെയാണ് കൊടുത്തത്. പോണത് അങ്ങോട്ടും ഇവർക്കും ത്രൂ കൊടുക്കാൻ അറിയാത്ത ആൾക്കാരും. പക്ഷേ എന്ത് കഷ്ടമാണ്. ഞാൻ കൊടുക്കുന്ന സ്ഥലത്തൊക്കെ അല്ല ത്രൂ പോണേ. അതിൽ ഒന്നും കൂടി അടിക്കാനോ. നെയ്മർ ഇനിയിപ്പോൾ ലാസ്റ്റ് വെച്ച് ഒന്നും കൂടി അടിക്കുമോ? അതില്ല ഓടുന്നൊന്നും നടക്കൂല. കൊണ്ടേക്ക് കൊടുക്കുക. അസാഡ് ഇല്ല, അസാഡത്ത് വിസിലടി കുച്ച് ബാക്കൊക്കെ എടുത്താൽ അല്ലെങ്കിൽ വെട്ടി മാറ്റും. നമുക്ക് കുഴപ്പമില്ല. നല്ല കളി തന്നെയായിരുന്നു. ഓനും കളിച്ചത്, ഞാനും കളിച്ചത്. 2-1 പൊട്ടിയിട്ടുള്ളൂ. നമുക്ക് ഒരു പ്രശ്നമില്ല. ഞാൻ എൻ്റെ ടീമൊക്കെ എത്ര പാസ്സാറോ നേരത്തെ പോകാത്തത് അതുകൊണ്ടാണ്. പാസ്സൊക്കെ നേരത്തെ പോയിന്നുണ്ടെങ്കിൽ നമ്മൾ കൊണ്ടുവരും ഗൈസ്. അപ്പം ഇത് മതി, വലിയ കുഴപ്പമൊന്നുമില്ല. എനിക്ക് സമാധാനം മാത്രം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മൾ പോവാണ്. ടാറ്റാ.